നമ്മുടെ വിശകല ചേച്ചിയില്ലേ, ആ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേക്കാനായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഈ അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ രാമന്റെ മുതൽ കംപ്ലീറ്റ് കട്ടുകൊണ്ട് പോയതിൻ്റെ അന്നത്തെ ദിവസം ചേച്ചിയും ചേച്ചിയുടെ അനുയായികളും ശിങ്കടികളൊക്കെ ഉറങ്ങിയതാണ്. ഇതുവരെ എഴുന്നേക്കാത്ത ചേച്ചി ഇന്നലെ കണ്ണു തുറന്ന് ഉണർന്ന് ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഒരു ഗംഭീര മാസ് ഡയലോഗ് ഇട്ടിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിട്ടുള്ള സാവരിയ മോൾ എന്ന് പറയുന്ന 21 വയസ്സുള്ള ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട വിവരം നമ്മളെല്ലാവരും അറിഞ്ഞു. അത് കൊന്നത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി തന്നെയാണ്, സഹപാഠിയാണ്, സുഹൃത്താണ്. ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ എന്താണെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ കുടുംബവും ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് പരിവർത്തനത്തിന് വേണ്ടി ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുകയും അതിന് സമ്മതിക്കാതെ വന്നപ്പോഴത്തേക്ക് ക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവനിപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ജയിലിലാണ് ഉള്ളത്. ഈ പരമചെറ്റേന ഒരു കാരണവശാലും പുറത്തേക്ക് വിടരുത്. ഇവനെപ്പോലുള്ളവനൊന്നും ഈ ഭൂമി ജീവിക്കാൻ തന്നെ അർഹതപ്പെട്ടവരല്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഈ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ വിശകല ചേച്ചി അങ്ങോട്ട് സടകുടഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പാണക്കാട് നമ്മുടെ ഇപ്പോൾ ഹൈദറി തങ്ങളെ കുറിച്ചിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് എന്താണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണം കിട്ടിക്കൊള്ളണം എന്നില്ല. ഇത് ലോകോത്തര സർവകലാശാലകളിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS പഠിക്കാം. അതിൽ ഒന്നാമത്തെ പരസ്യം ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉസ്ബെക്കിസ്ഥാൻ. ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് ചെയർമാൻ ILM എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് ലേണിംഗ് മെഡിസിൻ എന്നുള്ളതാണ് ആ സംഘടനയുടെ പേര്. അതിന്റെ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഈ സ്ഥാപനത്തിന്റെ ഒരു ഏജന്റാണ് അദ്ദേഹം. മറ്റേ കോട്ടക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ILMന്റെ ചെയർമാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഇതൊരു പരസ്യമാണ്. ഇത് ശരിയല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയല്ല കേസ് കൊടുക്കേണ്ടത്, ഈ പരസ്യമിട്ട ഈ കോട്ടക്കല സ്ഥാപനത്തിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നു, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധാർമ്മിക ചുറ്റുപാടിൽ ഇൽമ ഹോസ്റ്റലുകൾ. എന്താണ് ഇൽമ? അറബി വാക്ക് എനിക്ക് അറിയാൻ വയ്യ. ഇൽമ ഹോസ്റ്റലുകൾ. പക്ഷേ നമ്മൾ ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ചുള്ള ഒരേ കെട്ടിടത്തിനകത്ത് താമസിക്കാനുള്ള സൗകര്യമാണ് അവിടെ ഒരുക്കിയിരുന്നത്. ഇവിടെ ഇസ്ലാമിക വിവാഹങ്ങളിൽ ആണിനും പെണ്ണിനും ഒരു വേദിയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. വ്യത്യസ്ത വേദിയിലൂടെ വിവാഹവേദിയിലേക്ക് ഈ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നിടത്ത് പോലും വ്യത്യസ്ത വേദികളിലാണ് ഭക്ഷണം. അടുത്ത ദിവസം ഒരു കല്യാണം അവിടെ നടന്നു. വ്യത്യസ്ത വേദികളിലാണ് ആണിനും പെണ്ണിനും ഭക്ഷണം വിളമ്പുന്നത്. അതാണ് ഇസ്ലാമിക ചുറ്റുപാടെങ്കിൽ ഇസ്ലാമിക ചുറ്റുപാടിൽ പഠനം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഒരേ ഹോസ്റ്റലിനകത്ത് ഇവരെ ഇട്ടു? അപ്പൊ അങ്ങനെ ഇട്ടുകൊണ്ട് മതപരിവർത്തനം എന്ന ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടോ? ഈ കുട്ടി ഒരിക്കലും ഈ ഏജൻസിയുടെ കൂടെയല്ല പോയത്. ഈ മരിച്ച സാവരിയ ആ കുട്ടി ഈ പരസ്യം കണ്ടിട്ടുണ്ടാവില്ല. ആ രക്ഷിതാക്കൾ ഒരിക്കലും ഇത് ഇസ്ലാമിക അന്തരീക്ഷം മനസ്സിലാക്കിയിട്ടില്ല. അവരെ കൊണ്ടുപോയത് തിരുവല്ല ഏജൻസിയാ. തിരുവല്ല ഏജൻസിയുടെ പേര് ഞങ്ങൾക്ക് കിട്ടി. അവിടെ ഈ ഇബ്നു സീന ഇല്ല ആ സ്ഥാപനത്തിന്. രണ്ട് സ്ഥാപനം ഒന്നാട്ടോ. അവര് കൊടുത്തിരിക്കുന്ന പരസ്യത്തിലും അല്ലെങ്കിൽ അവര് കൊടുത്തിരിക്കുന്ന രേഖകളിലും ഇബ്നു സീന എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത് അവരുടെ സ്ഥാപനത്തിന്റെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ. യൂണിവേഴ്സിറ്റി ഓഫ് ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ. ഇതാണ് അവർ കൊടുത്തിരിക്കുന്ന രേഖകളും അവർ കൊടുത്തിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരും. ഇതടക്കം 3 പേരിൽ അറിയപ്പെടുന്നത് ഈ ഒരേ സ്ഥാപനമാണ്. ഈ യൂണിവേഴ്സിറ്റി ഇൻ ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും അതേപോലെ തന്നെ മറ്റേ ഇബ്നു സീന എന്താ ബാക്കി മുഴുവൻ പേര് എനിക്ക് തോന്നുന്നില്ല അതിലറിയപ്പെടുന്നതും വേറൊരു പേരും കൂടിയുണ്ട്. ഈ 3 പേരിൽ അറിയപ്പെടുന്നതും ഒരേ സ്ഥാപനമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികളെ പിടിക്കാൻ വ്യത്യസ്ത രൂപത്തിൽ പരസ്യം കൊടുത്ത് വ്യത്യസ്ത സ്ഥാപനങ്ങളാണ് എന്ന ധാരണ ജനിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് ഉസ്ബെക്കിസ്ഥാനില് ഇബ്നു സീന എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഈ സ്ഥാപനം അത് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനാണ് നമ്മുടെ സാദിഖ് അലി തങ്ങൾ എന്നാണ് ചേച്ചിയുടെ ഒരു വെളിപ്പെടുത്തൽ. എന്തായാലും ഇതായിക്കോട്ടെ. ഇതിനകത്ത് ചേച്ചി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇൽമ ഹോസ്റ്റൽ. ഈ ഇൽമ എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് അത് അറബി വാക്കായതുകൊണ്ട് അറിയത്തില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന മൊബൈല് അതിനകത്ത് ഇൽമ എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും എന്താണ് ഇൽമ എന്നുള്ളത്. ചേച്ചി വിചാരിച്ചിരിക്കുന്നത് ഇൽമ എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു പുതിയ തരം ജിഹാദോ വല്ലതും ആണോ എന്നായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ ചേച്ചി നോക്കിയിരിക്കുന്നത്. എന്തായാലും
ഇൽമ എന്ന് പറയുന്നത് എന്താണ് ഒന്ന് പറഞ്ഞു തരാമോ? അപ്പം ഇൽമ എന്ന് പറയുന്നത് ഒരു അറബി പദമാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അറിവ്, വിദ്യ, ജ്ഞാനം. ഇതാണ് ഇൽമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചേച്ചി വിചാരിച്ചതുപോലെ വലിയ തീവ്രവാദ സംഭവങ്ങളൊന്നും അല്ല ഇത് കേട്ടോ. ഇസ്ലാമിക സാഹചര്യത്തിൽ ഇൽമ എന്ന് പറയുമ്പോൾ സാധാരണയായി മതപരമായ അറിവ്, ഖുർആൻ, ഹദീസ്, ഹിഫ്ള് തുടങ്ങിയ വിഷയങ്ങളിലെ പഠനം ഉദ്ദേശിക്കാറുണ്ട്. എന്നാൽ ഈ പദം മതവിദ്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ശാസ്ത്രം, വൈദ്യം, ഗണിതം തുടങ്ങിയ എല്ലാ ഉപകാരപ്രദമായ അറിവുകളെയും ഇൽമ എന്ന് വിശേഷിപ്പിക്കുന്നു. ചേച്ചി ഇതാണ് ഇൽമ. ചേച്ചി ഉദ്ദേശിച്ചത് ചിലപ്പം ഇനി പുതിയ തരം എന്തെങ്കിലും ജിഹാദോ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ചേച്ചി ഉണർന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മുസ്ലിം നാമധാരി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സംഘപരിവാർ സൈബർ ഇടങ്ങളിലും ചേച്ചിയെ പോലെയുള്ള ഈ ഉണർത്താൻ നടക്കുന്നവരെല്ലാം വലിയ രീതിയിലാണ് ഈ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഇവിടെ ആരും സംസാരിക്കുന്നില്ല. 13 വയസ്സുള്ള ഒരു മകളെ 30ഓളം വരുന്നവന്മാർ 4 ഹോട്ടലുകളിലായിട്ട് 4 ദിവസമായിട്ട് കയറി ഇറങ്ങി പിച്ച് ചീന്തി തിന്നിട്ടും ഈ പറയുന്ന ചേച്ചി ഉണർന്നിട്ടില്ല. ഈ ചേച്ചി ഇതൊന്നും കണ്ടിട്ടില്ല. ഈ ചേച്ചിയുടെ അനുയായികൾ ഇത് അറിയാനേ പാടില്ല എന്ന രീതിയിലാണ്. എന്തായാലും നമ്മുടെ ചേച്ചിക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന മറ്റൊരു വീഡിയോ കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കണ്ടുപോവാം. ശശികല അമ്മച്ചി എവിടെ പോയോ എന്തോ കാണുന്നില്ല. 2-3 ദിവസം കൊണ്ട് അയോധ്യ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സംഭാവന കൊള്ള വലിയ വിവാദമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ശശികല അമ്മച്ചിയെ കാണേണ്ടതാ. എങ്ങനെ ശശികല അമ്മച്ചിയെ കാണുന്നില്ല? അതെന്താ ശശികല അമ്മച്ചി? സ്വന്തം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ അതിനകത്ത് തെറ്റുകാരായതുകൊണ്ടാണോ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്തത്? നിങ്ങൾ ആവശ്യമില്ലാത്ത നിലപാടുകൾ എതിർക്കാൻ നിങ്ങളെ കൊണ്ട് നല്ല കഴിവാണ്. കാരണം വാ തുറന്നു കഴിഞ്ഞാ പിന്നെ വർഗീയതയുടെ അങ്ങേയറ്റമാണല്ലോ. എങ്ങനെ വർഗീയത തുപ്പി വർഗീയത എന്ന വിഷം തുപ്പിയിട്ട് 2 മതക്കാരെ തമ്മിൽ അടുപ്പിക്കാമെന്ന് ഉള്ള ചിന്താഗതി കൊണ്ട് നടക്കുന്നതാണ് ഈ ശശികല അമ്മച്ചിയുടെ സ്ഥിരം പരിപാടി. പക്ഷെ ഇപ്പോൾ അയോധ്യ പോലുള്ള അത്രയും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തെ ഒരു ക്ഷേത്രത്തില് സംഭാവന കൊള്ള നടന്നപ്പോഴത്തേക്കിനും ഈ അമ്മച്ചിക്ക് ഒന്നും പറയണ്ട. എന്താ കാര്യം? സ്വന്തം മതവിഭാഗത്തിൽപ്പെട്ടതാണ് അമ്മച്ചി. സ്വന്തം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തെറ്റ് കാണിച്ചാലും അത് ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് നിങ്ങളെ പോലുള്ളൊരു മഹത്വം നിലനിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വാ തുറന്ന വർഗീയത അല്ലാതെ നിങ്ങൾ വേറൊന്നും പറയത്തില്ല. പക്ഷേ ഇപ്പോഴൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണമായിരുന്നു. അങ്ങനെ അതും പറയുമ്പോഴത്തേക്കിനും തെറ്റുകാരുടെ കാര്യം എടുത്തു പറഞ്ഞു. സ്വന്തം മതമാണെന്ന് നോക്കരുത്. സ്വന്തം മതത്തിൽപ്പെട്ട ഒരാൾ തെറ്റ് ചെയ്താലും തെറ്റെന്ന് തന്നെ പറയണം. അതാണ് മിടുക്ക്. അല്ലെങ്കിൽ അമ്മച്ചി എപ്പോഴും എന്താ ചെയ്യുന്നത്? വർഗീയത മാത്രം പറയാനായിട്ട് വിഷം തുപ്പും. അമ്മച്ചിയുടെ ഒരു ശീലമുണ്ട്. അമ്മച്ചിയുടെ നോട്ടം അങ്ങ് അടുക്കള തൊട്ടങ്ങ് ഹിമാലയം വരെ പോകുന്നൊരു നോട്ടമുണ്ട്. എന്തേ അയോധ്യയിലോട്ടൊന്നും ആ നോട്ടം എത്തിയില്ല? മതി സഹോദരി, മതി. ഇതിൽ കൂടുതൽ മറുപടിയൊന്നും ഇനി ഇവർ അർഹിക്കുന്നില്ല. ഉണർത്താൻ നടക്കുന്ന ചേച്ചിയെ ഉണർത്തിയ ഒരു ഹൈന്ദവ സഹോദരിയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. അപ്പോൾ പ്രത്യേക കാര്യങ്ങൾക്ക് മാത്രം ചേച്ചി ഉണരുകയും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ചേച്ചി ഉറക്കം നടിച്ച് കിടക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടിയുമായിട്ട് വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി കൊടുത്ത മറുപടി തൃപ്തികരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും